സമൂഹമാധ്യമങ്ങളിൽ വൈറലായ യുവാവാണ് ഇത്തവണ കോഴിക്കോട് നിന്ന് LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ഫറോക്ക് പഴയപാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ആളെ തന്റെ ജീവൻ പോലും പണയം വെച്ച് രക്ഷിച്ച സന്ദേശാണ് ആ സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷനിലെ 46-ാം ഡിവിഷനായ ചെറുവണ്ണൂർ ഈസ്റ്റിൽ നിന്നാണ് സി സന്ദേശം മത്സരിക്കുന്നത്. 2019 ഫറോക്ക് പഴയ പാലത്തിലൂടെ കടന്നു പോകുന്നതിനിടെ ആൾക്കൂട്ടം കണ്ട് ചെന്നു നോക്കിയപ്പോഴാണ് ഒരാൾ പുഴയിൽ മുങ്ങിത്താഴ്ന്നതായി കണ്ടത്. ഉടൻ തന്നെ പുഴയിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന വ്യക്തിയാണ് സന്ദേശ്. പിന്നീട് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി, പലർക്കും മാതൃകയായി. ഇത്തവണ സന്ദേശിനെയാണ് LDF ചെറുവണ്ണൂർ ഈസ്റ്റിൽ മത്സരത്തിനിറക്കിയിരിക്കുന്നത്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 46-ാം ഡിവിഷൻ ചെറുവണ്ണൂർ ഈസ്റ്റിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷ തന്നെയാണ്, പൂർണ്ണമായും വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സന്ദേശ്. LDFൻ്റെ ഇത്തവണത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമായിട്ട് ഏകദേശം 130ഓളം യുവജനങ്ങളാണ് LDF ബാനറിൽ മത്സരരംഗത്തുള്ളത്. അപ്പോൾ ഇടതുപക്ഷം യുവജനങ്ങളോട് കാണിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ നമ്മുടെ മുന്നിലുള്ളത്. വാർഡിലെ ഓരോ വ്യക്തികൾക്കും സന്ദേശ് സുപരിചിതനാണ്. LDFന്റെ കുത്തകയായ വാർഡിൽ മികച്ച ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സന്ദേശ്. ക്യാമറമാൻ അമജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.